ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹൺഡ്രഡ് എന്ന ആനിമി സീരീസിലെ മൂന്നാമത്തെ സീസണിലെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൽ പോകുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാണ്ട്, അത് മറ്റൊന്നുമല്ല, നമ്മുടെ ചാനലിൽ ഇപ്പോൾ അടുത്തായിട്ട് അധികം വ്യൂസ് ഒന്നുമില്ല. സോ നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ആനിമി കാണുന്ന മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മളെ കുറാപ്പിക്ക് ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു ബോഡി ഗാർഡ്സിന്റെ കാറാണ്. അവരാണെങ്കിൽ ഉവോഗിൻ എന്ന ഫാൻറ്ററി റൂം മെമ്പറിനെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം അവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിനിടക്ക് അവരുടെ ബാക്കിൽ ഒരു കാർ വരുന്നത് അവർ ശ്രദ്ധിക്കപ്പെട്ടു. സോ ഇതാദ്യം നമ്മളെ ബോഡി ഗാർഡ്സിന്റെ ഹെഡാണ്. സോ ബോഡി ഗാർഡ്സിന്റെ ഹെഡാണെങ്കിൽ കുറാപ്പികയെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ കുറാപ്പിക്ക് ഒരു ഡൗട്ട് അടിക്കുകയും അവൻ ഗ്യോ എന്ന ടെക്നിക് യൂസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ കുറാപ്പിക്ക ശ്രദ്ധിക്കുന്നത് ഉവോഗിന്റെ ബോഡിയുടെ മേലെ ഒരു നെൻ കോട്ട് ചെയ്ത ഒരു നൂലുണ്ടായിരുന്നു. സോ അതാണെങ്കിൽ അവരെടുത്ത് കളയുന്നുണ്ട്. സോ ഇത്ര നേരം ആ ഒരു നൂല് നോക്കി ഫോളോ ചെയ്ത് വന്നിരുന്ന നമ്മളെ ഫാൻറ്ററി ട്രൂപ്പിലെ ആൾക്കാരാണെങ്കിൽ നമ്മുടെ കുറാപ്പിക്കയുടെ ടീം ആ ഒരു നൂലെടുത്ത് കളഞ്ഞത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത്ര നേരം അവർ ആ ഒരു നൂല് നോക്കിയിട്ടാണ് ഫോളോ ചെയ്ത് പോയിരുന്നെങ്കിലും ഇപ്പോൾ ഫാൻറ്ററി ട്രൂപ്പിലെ മെമ്പേഴ്സിന് ഓൾറെഡി നമ്മളെ കുറാപ്പിക്കയുടെ കാർ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു ഫാൻറ്ററി ട്രൂപ്പിലെ മെമ്പേഴ്സ് കുറാപ്പിക്കയുടെ കാറിനെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഔൾ എന്ന പേരുള്ള ഒരു ഷാഡോ ബേസ്ഡ് മെമ്പർ ഇവരുടെ കാറിന്റെ മേലേക്ക് എടുത്ത് ചാടുന്നത്. എന്നിട്ട് അവനാണെങ്കിൽ ഒരു വലിയ പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ട് ആ ഒരു കാറിനെ മൊത്തം പൊതിയാണ്. പക്ഷേ അതിനുള്ളിരിക്കുന്ന നൊബുനാഗ എന്ന് പറയുന്ന മെമ്പർ ഒഴികെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സും അപ്പോൾ തന്നെ സ്പോട്ടിൽ ആ ഒരു കാറിൽ നിന്ന് ഡോറൊക്കെ തുറന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. സോ ഔൾ എന്ന് പറയുന്ന ഷാഡോ ബേസ്ഡ് മെമ്പറിലെ അവനാണെങ്കിൽ ആ ഒരു കാറിലുണ്ടായിരുന്ന എല്ലാ ഫാൻറ്ററി മെമ്പേഴ്സിനെ പിടിച്ചെന്ന് വിചാരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എല്ലാവരും മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നൊബുനാഗ ഇവരുടെ എല്ലാവരുടെയും നടുവിലിരിക്കുന്ന കാരണം മാത്രമാണ് അവന് പുറത്തേക്ക് ചാടാൻ കഴിയാതിരുന്നത്. അങ്ങനെ എല്ലാ ഫാൻറ്ററി മെമ്പേഴ്സും ഇവന്റെ ഒരു എബിലിറ്റി കണ്ട് ഇംപ്രസ് ആയി നിൽക്കുകയാണ്. കാരണം ആ ഒരു ചെറിയ പീസ് ഓഫ് ക്ലോത്ത് ഉപയോഗിച്ചുകൊണ്ട് അവന് വേണമെങ്കിൽ എത്ര വലിയ കൊള്ള വേണമെങ്കിലും നടത്താം. എത്ര വലിയ സാധനവും ആ ഒരു പീസ് ഓഫ് ക്ലോത്തിന്റെ ഉള്ളിലേക്ക് ചെറുതാക്കി എടുക്കാനും പിന്നെ അതിന്റെ ഒറിജിനൽ സൈസിലോട്ട് മാറ്റാനും സാധിക്കും. സോ ഫാൻറ്ററി ട്രൂപ്പിലെ മെമ്പേഴ്സ് ഒരു വലിയ ഓപ്ഷൻ കൊള്ളടിക്കാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യാപാര വസ്തുക്കൾ ഒക്കെ അടിച്ചു മാറ്റിയത് ഈ ഒരു ഔൾ എന്ന് പറഞ്ഞ ഷാഡോ ബേസ്ഡ് മെമ്പർ ആയിരുന്നു. സോ അവിടെ ഉണ്ടായിരുന്ന ഫാൻറ്ററി ട്രൂപ്പ് മെമ്പേഴ്സ് ഒക്കെ ഈ ഒരു ഔൾ എന്ന് പറഞ്ഞ ഷാഡോ ബേസ്ഡ് മെമ്പറിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് അവന്റെ ബാക്കിയുള്ള കമ്പാനിയൻസ് ആയിട്ടുള്ള ഷാഡോ ബേസ് മെമ്പേഴ്സും അവിടേക്ക് എത്തുകയാണ്. സോ ബാക്കിയുള്ള ഷാഡോ ബേസ് മെമ്പേഴ്സ് ആണെങ്കിൽ ഈ ഒരു ഫാൻറ്ററി മെമ്പേഴ്സിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് സംസാരിക്കുകയാണ്. ഇവരെ കാണാൻ ഫുള്ള് നല്ല വീക്ക് ആയിട്ടുണ്ട്, ഇവരൊക്കെ ശരിക്കും ഫാൻറ്ററി മെമ്പേഴ്സ് തന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷിസുക്കോ എന്ന് പറഞ്ഞ ഫാൻറ്ററി മെമ്പർ ശരിക്കും ടോട്ടൽ 10 ഷാഡോ ബേസ് മെമ്പേഴ്സ് അല്ലേ ഉള്ളൂ, നേരത്തെ തന്നെ ഉവോഗിനെതിരെ 4 ഷാഡോ ബേസ് മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ആണെങ്കിൽ 6 ഷാഡോ ബേസ് മെമ്പേഴ്സും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 10 ആയില്ലേ. അതിനർത്ഥം ഉവോഗിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത് ഒരു ഷാഡോ ബേസ് മെമ്പർ അല്ലാന്ന് ഇവർ തിരിച്ചറിയുകയാണ്. പക്ഷേ ആ ഒരു തേരക്ക് ഇവർക്ക് വലിയൊരു ഉറപ്പൊന്നുമില്ല. അത് കാരണം ഫാൻറ്ററി ട്രൂപ്പിലെ മെമ്പേഴ്സ് ആണെങ്കിൽ ഷാഡോ ബീസ്റ്റുകളെ ഇല്ലാതാക്കാൻ നോക്കുകയാണ്. അതിൽ ഔൾ എന്ന് പറഞ്ഞ മെമ്പറെ മാത്രം ജീവനോടെ ഇട്ടാൽ മതി, ബാക്കിയുള്ള എല്ലാവരും കൊല്ലാൻ ഫാൻറ്ററി ട്രൂപ്പ് മെമ്പേഴ്സ് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഫെയ്ത്ത എന്ന് പറയുന്ന മെമ്പർ പറയാണ്, ഞാൻ 3 എടുക്കാം, ഷിസുക്കോ നീ 2 എടുത്തു എന്ന് പറയാണ്. അപ്പോഴത്തേനും ഡ്രൈവ് ഷാഡോ ബീസ് മെമ്പേഴ്സ് ഇവരുടെ നേരക്ക് വായ അടക്കടാ എന്നും പറഞ്ഞു വരുന്നത്. അങ്ങനെ അവരെപ്പോൾ കൊല്ലടാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് സീൻ കട്ടാവുന്നത്. അതിനുശേഷം കാണിക്കുന്നത് കുറാപ്പികയുടെ കാറാണ്. നമ്മുടെ കുറാപ്പികയുടെ ടീമിന്റെ കാറിനെ ഇത്ര നേരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫാൻറ്ററി ട്രൂപ്പിന്റെ കാറിനെ ഇവർക്ക് ഇപ്പോൾ മിസ്സായിരിക്കുകയാണ്. അത് കാരണം തന്നെ ഇവർ ഈ ഒരു ചാൻസ് മുതലാക്കാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് നേരെ ഈ ഒരു സിറ്റിയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഫാൻറ്ററി ട്രൂപ്പിലെ മെമ്പേഴ്സ് ഷാഡോ ബീസിലെ ബാക്കിയുള്ള 6 മെമ്പേഴ്സിനെയും അടിച്ചിട്ടിരിക്കുന്നതാണ്. അതിലെ ഔൾ എന്ന് പറയുന്ന മെമ്പറിനെ മാത്രം ബാക്കി വെച്ച് ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും അവർ കൊന്നു കഴിഞ്ഞു. പിന്നെ ഔൾ എന്ന് പറയുന്ന മെമ്പറാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫാൻറ്ററി ട്രൂപ്പിലെ മെമ്പേഴ്സ് ആണെങ്കിൽ ആ ഒരു കാറില്ലേ ഇവനാദ്യം ഇവരെല്ലാവരെയും ഔൾ എന്ന് പറയുന്ന മെമ്പർ ആ ഒരു ചെറിയൊരു ക്ലോത്ത് കൊണ്ട് പൊതിഞ്ഞത് ആ ഒരു ക്ലോത്ത് ഇവർ അൺടൈ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ആ ഒരു കാറിൽ ഒന്നാമത്തെ സ്ഥലമില്ല. അപ്പോൾ ഈ ഒരു ഔൾ എന്ന് പറയുന്ന മെമ്പറിനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. അത് കാരണം തന്നെ കാറിനെ മാത്രം പുറത്താക്കിയിട്ട് നൊബുനാഗിനെ ആ ഒരു ക്ലോത്തിനുള്ളിൽ തന്നെ ആക്കാനാണ് ഇവരുടെ പ്ലാൻ. ഇത് കേട്ട് ആ ഒരു ക്ലോത്തിനുള്ളിരിക്കുന്ന നൊബുനാഗ ആണെങ്കിൽ ആകെ ചൂടാവുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവർ ഔൾ എന്ന് പറയുന്ന മെമ്പറോട് കാറിനെ മാത്രം പുറത്താക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവനാണെങ്കിൽ അത് ഒരിക്കലും സാധിക്കില്ല എന്ന് പറയാണ്. അത് കാരണം തന്നെ നൊബുനാഗ ഉൾപ്പെടെ ആ ഒരു കാറിനെ അവിടെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. ആ ഒരു ക്ലോത്ത് തുറന്നപ്പോൾ നൊബുനാഗ ആണെങ്കിൽ കാറിൽ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനായിട്ടും ചൂടാവുകയാണ്, ഞാൻ നിങ്ങളെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഉവോഗിനെയാണ്. അവനാണെങ്കിൽ നമ്മളെ കുറാപ്പികയുടെ ടീമാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ആക്കിയിട്ടുണ്ട്. ഒന്നാമത് അവൻ്റെ ഉള്ളിൽ ആ ഒരു ഫൈറ്റ് കാരണം പോയിസൺ ആയിട്ടുണ്ട്. അത് കാരണം അവന് ഒന്നാമത് അനങ്ങാൻ കഴിയുന്നില്ല. അതിന്റെ മേലെ കൂടെയാണ് ഇവർ അവനെ ലോക്ക് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ നമ്മൾ ഉവോഗിന്റെ അടുത്ത് നമ്മളെ ബോഡി ഗാർഡ്സിന്റെ ഹെഡ് ആണെങ്കിൽ നിങ്ങൾ വ്യാപാര വസ്തുക്കൾ എങ്ങോട്ടാണ് അടിച്ചു മാറ്റിയതെന്ന് ചോദിക്കുകയാണ്. ഇതിനെ അവൻ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്തിട്ട് ഇപ്പം എത്ര മണിയായി, ഞാൻ എത്ര നേരമായി ഉറങ്ങിയിട്ട് എന്ന തരത്തിൽ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇത് കേട്ട നമ്മളെ ബോഡി ഗാർഡ്സിന്റെ ഹെഡിന് ദേഷ്യം വരികയും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് ഉവോഗിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്.
പക്ഷേ അവനൊന്നും ചെയ്യാതെ തന്നെ ആ ഒരു വാളാണെങ്കിൽ അവൻ്റെ ബോഡിയുമായി ടച്ച് ചെയ്തപ്പോൾ തന്നെ പൊട്ടി പോവാണ്. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഷോക്കാവുന്നുണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ പേടിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ കുറാബികക്ക് ഈ ഒരു സീൻ കണ്ടപ്പോഴത്തേനും അവൻ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. കാരണം അവൻ്റെ ഈ ഒരു ഇരുമ്പ് പോലത്തെ സ്കിന്ന് കിട്ടുന്നത് കുറേ ആൾക്കാരെ കൊന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വോഗൻ ബോഡി ഗാർഡ്സിനോട് പറയുന്നത്, നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം. എന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു കെട്ട കഴിച്ച് വിട്ടയക്കോ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവനും വിട്ടയക്കാം. ഇത് കണ്ട് ഒരു ബോഡി ഗാർഡ് ആണെങ്കിൽ ഇവൻ എന്ത് ഈ പറയുന്നത്, ഇവൻ എന്ത് പൊട്ടനാണോ? അപ്പോൾ വേറൊരു ബോഡി ഗാർഡ് പറയാണ്, അവൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ ഈ ഒരു അവസരത്തിൽ വെച്ചിട്ട് അവൻ നമ്മളോടല്ലേ ജീവന് വേണ്ടി കൊതിക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു അവസരത്തിലും അവൻ ഇങ്ങനെ ജാടറിക്കിയാൽ എങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് വോഗിൻ വീണ്ടും പറയാണ്, ഞങ്ങൾ ഫാനട്രൂപ്പിന് ശരിക്കും വേണ്ടത് ഓപ്ഷനിൽ വിൽക്കാൻ വെച്ച സാധനങ്ങൾ കക്കുക എന്നുള്ളത് മാത്രമാണ്. അതും കൂടി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോഴാണ് ഒരു ബോഡി ഗാർഡ് വോഗിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങളല്ലേ അപ്പോൾ ഓപ്ഷനിൽ വിൽക്കാൻ വെച്ച വ്യാപാര വസ്തുക്കൾ കട്ടത്? ഞങ്ങൾ ഓപ്ഷനിൽ വിൽക്കാൻ വെച്ച ആ ഒരു സാധനങ്ങളൊക്കെ കക്കാൻ വേണ്ടി അങ്ങോട്ട് എത്തിയപ്പോഴേക്കും ആ ഒരു സ്ഥലം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കാലിയായിരുന്നു. ഞങ്ങൾ പിന്നീട് തിരിച്ചറിഞ്ഞു അതെടുത്തത് ആരാണെന്ന് വെച്ചാൽ അവൾ എന്ന് പറയുന്ന ഷാഡോ ബീസ്റ്റ് മെമ്പറായിരുന്നു. അപ്പോൾ നമ്മൾ ബോഡി ഗാർഡ്സും ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് വോഗിൻ പറയാണ്, ഇപ്പോൾ നിങ്ങൾ എന്നെ വിട്ടയച്ചിട്ട് നിങ്ങളൊന്നും കണ്ടില്ല എന്ന പോലെ നടിക്ക്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഇത് കേട്ട് അവിടെ ഉണ്ടാകുന്ന എല്ലാ ബോഡി ഗാർഡ്സിൻ്റെ ഉള്ളിലും ഒരു പേടി വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കുറാപ്പിക നമ്മളെ വോഗിനടുത്ത് ചോദിക്കുകയാണ്, ഓപ്ഷൻ ഹാളിലേക്ക് വന്ന ഗസ്റ്റുകളൊക്കെ എന്താണ് നിങ്ങൾ ചെയ്തത്? ഞങ്ങളിലെ കുറച്ച് മെമ്പേഴ്സും ആ ഒരു ഓപ്ഷൻ ഹാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഓ, നിങ്ങളിലെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അത് മോശമായിപ്പോയി. കാരണം ഞങ്ങൾ അവരെ കൊന്നു. അത് ഞങ്ങളുടെ പ്ലാനിൻ്റെ ഒരു ഭാഗമായിരുന്നു, ഓപ്ഷൻ ഹാളിൽ വന്ന എല്ലാവരെയും കൊല്ലാൻ. നിങ്ങളുടെയൊക്കെ ഒരു കോപ്പിലെ പ്ലാൻ വർക്കാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര ആൾക്കാർ ജീവനാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ എന്ന് നമ്മളെ കുറാപ്പിക ദേഷ്യപ്പെട്ടുകൊണ്ട് ഉവകിൻ്റെ മുഖത്ത് ഇട്ട് ഒരു പഞ്ചും ചെയ്തുകൊണ്ട് പറയാണ്. പക്ഷേ ബാക്കിയുള്ള ബോഡി ഗാർഡ്സ് അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഉവക എന്ന് പറയുന്ന മെമ്പറിനെ മാഫിയ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഔൾ എന്ന് പറയുന്ന ഷാഡോ ബീസ്റ്റ് മെമ്പറാണ്. അവനാണെങ്കിൽ ഫെയ്റ്റാൻ എന്ന് പറയുന്ന ഫാൻറ്റട്രൂപ്പ് മെമ്പറിനായിട്ട് ആകെ ടോർച്ചർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഫെയ്റ്റാൻ എന്ന് പറയുന്ന ഫാൻറ്റട്രൂപ്പ് മെമ്പറും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മച്ചി എന്ന് പറയുന്ന മെമ്പർ വരുന്നതും അവൻ എവിടേക്കാണ് വ്യാപാര വസ്തുക്കൾ മാറ്റിയതെന്ന് പറഞ്ഞെന്നൊന്ന് ചോദിക്കുന്നതും. ഞാനൊന്നും അവനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയതേ ഉള്ളൂ, പക്ഷേ അപ്പോഴത്തേക്കും അവൻ പറഞ്ഞു തന്നു. സോ ശരിക്കും ഈ ഒരു അവൾ എന്ന് പറയുന്ന മെമ്പറാണ് ഈ ഒരു വ്യാപാര വസ്തുക്കളൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നത്. അതാണെങ്കിൽ അവൻ ഈ ഒരു ചെറിയ പീസ് ഓഫ് ക്ലോത്തിൻ്റെ ഉള്ളിലാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഫെയ്ത്താൻ എന്ന് പറയുന്ന ഫാൻറ്റട്രൂപ്പ് മെമ്പർ അവനെ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനാണെങ്കിൽ ഈ ഒരു വ്യാപാര വസ്തുക്കൾ ഇരിക്കുന്ന ഈ ഒരു ക്ലോത്ത് ഫെയ്റ്റാന് കൈമാറുകയാണ്. സോ ഇപ്പം നിലവിൽ ഈ ഒരു ട്രഷറൊക്കെ ഇരിക്കുന്നത് ഫാൻറ്റട്രൂപ്പിൻ്റെ കയ്യിലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഫാൻറ്റട്രൂപ്പിലെ ഹൈഡ് ഔട്ടാണ്. അവിടെയാണെങ്കിൽ ഫാൻറ്റട്രൂപ്പിലെ ബോസ് ഉണ്ടായിരുന്നു, പിന്നെ ബാക്കി 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിലെ ഒരു മെമ്പറായിട്ടുള്ള ഹിസോക്ക ബോസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്കൊന്നും ഒരാളെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ബോസ് പറയാണ്, നീ എങ്ങോട്ടാച്ചാ പോയിക്കോ, പക്ഷേ 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറണം, സോറി ഹൈഡ് ഔട്ടിലോട്ട് കയറണം. അപ്പോൾ ഹിസോക്ക ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മളെ കുറാപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു മരിച്ചു പോയ അവൻ്റെ കമ്പാനിയൻസിനൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവനൊരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത്. അതാണെങ്കിൽ നമ്മളെ ഹിസോക്ക ആയിരുന്നു. നമ്മൾ രണ്ടുപേരും പ്രോമിസ് ചെയ്ത ആ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്നായിരുന്നു ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഷൽനാർക്ക് എന്ന് പറയുന്ന മെമ്പറാണെങ്കിൽ മാഫിയ കമ്മ്യൂണിറ്റി ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവർക്ക് വിളിക്കുകയാണ്. ആർക്ക്? ബാക്കിയുള്ള ഫാൻറ്റട്രൂപ്പ് മെമ്പേഴ്സിനെ. സോ ഇതേ മാഫിയ കമ്മ്യൂണിറ്റിയിലേക്ക് തന്നെയാണ് നമ്മളെ ബോഡി ഗാർഡ്സിൻ്റെ ഹെഡ് ഓഗിനെ കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നതും. ബോഡി ഗാർഡ്സിൻ്റെ ഹെഡാണെങ്കിൽ മാഫിയ കമ്മ്യൂണിറ്റിനെ വിളിച്ചതിന് ശേഷം ഞങ്ങളുടെ കയ്യിൽ ഫാൻറ്റട്രൂപ്പ് മെമ്പറായിട്ടുള്ള ഓഗിനുണ്ടെന്ന് പറയാണ്. അപ്പോൾ മാഫിയ കമ്മ്യൂണിറ്റി പറയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത് പിടിച്ചത്? ഷാഡോ ബീസ്റ്റുകൾക്ക് പോലും ഇവരെ മുന്നിൽ ഒരു ചാൻസ് പോലും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ട് നമ്മളെ ബോഡി ഗാർഡ്സിൻ്റെ ഹെഡാണെങ്കിൽ ആകെ ഞെട്ടാണ്. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെ ബോഡി ഗാർഡ്സിൻ്റെ ഹെഡ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഷാൽനാർക്ക് എന്ന് പറയുന്ന ഫാൻറ്റട്രൂപ്പ് മെമ്പറിൻ്റെ ഒരു പപ്പറ്റിനേറ്റ് ആയിരുന്നു. സോ ആ ഒരു കോൾ കട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു പേഴ്സൺ ആണെങ്കിൽ അവിടെ ഡെഡായി വീഴാണ്. ശേഷം വീണ്ടും ബോഡി ഗാർഡ്സിൻ്റെ ആ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. മാഫിയ എത്ര പെട്ടെന്നാണെങ്കിൽ ഇവിടേക്ക് എത്തും, അപ്പോൾ നിങ്ങൾ അതുവരെ വേണമെങ്കിൽ പോയി റെസ്റ്റ് എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളെ കുറാപ്പികയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഒരു വിജനമായ സ്ഥലത്ത് ഹിസോക്കയെ കാത്തിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നുണ്ട്. കുറാപ്പിക ആണെങ്കിൽ മറ്റൊരു അടുപ്പത്തിനും നിൽക്കുന്നില്ല. ആദ്യം കണ്ടപ്പോൾ തന്നെ പറയാണ്, നിങ്ങളുടെ ഓർഗനൈസേഷനെ പറ്റി ഇപ്പോൾ തന്നെ പറഞ്ഞതായോ? സോ ഹിസോക്കയും ടൈം വേസ്റ്റ് ആയി നിൽക്കുന്നില്ല. അവൻ പറഞ്ഞു കൊടുക്കുകയാണ്, ടോട്ടലി 13 ഫാൻറ്റട്രൂപ്പ് മെമ്പേഴ്സ് ആണുള്ളത്. അവരൊക്കെ അവരുടെ ബാക്കിലുള്ള ടാറ്റു അനുസരിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ നിനക്കൊരു ഫാൻറ്റട്രൂപ്പ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറന്റ് നിൽക്കുന്ന ഒരു ഫാൻറ്റട്രൂപ്പ് മെമ്പറിനെ ഡിഫീറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഫാൻറ്റട്രൂപ്പ് എന്ന ഗുണ്ടാ സംഘത്തിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കൊല്ലലും കക്കലും മാത്രമാണ്. 2-3 വർഷങ്ങൾക്ക് മുന്നെയാണ് ഞാൻ 4ാം നമ്പറായിട്ടുള്ള ഒരാളെ ഡിഫീറ്റ് ചെയ്യുന്നതും അവനെ റിപ്ലേസ് ചെയ്യുന്നതും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫാൻറ്റട്രൂപ്പിൻ്റെ ബോസിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. നീ നിന്റെ ശക്തി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ ബോസിനായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചോ? ആ അതെ, പക്ഷേ എനിക്കിതുവരെ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അവൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാറില്ല. അവൻ്റെ കൂടെ എപ്പോഴും 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും.
അതുമാത്രമല്ല ഈ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ ഡിസപ്പിയർ ആയിട്ടുണ്ട് പോകും. അവനെ പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇനി പറയാവുന്നത് നമുക്ക് രണ്ടുപേർക്കും ഉപയോഗമുള്ള ഒരു കാര്യമാണ്. ഞാൻ നിനക്ക് എല്ലാ ഫാൻറ്റ ട്രൂപ്പ് മെമ്പേഴ്സിൻ്റെയും പവറും എബിലിറ്റീസും ഒക്കെ പറഞ്ഞു തരാം. പക്ഷേ നീ എനിക്കായി ഒരു കാര്യം ചെയ്തു തരണം. എന്നിട്ട് ടീം അപ്പ് ആവാൻ നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? ശേഷം ബോഡി ഗാർഡ്സിൻ്റെ ഹെഡാണെങ്കിൽ മാഫിയാസിൻ്റെ കോൾ വന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അതിനു മുമ്പായി CCTV ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ കൺഫേം ആക്കിയതിനു ശേഷം വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ മാഫിയാസ് ആണെങ്കിൽ ഉവോഗിനെ കൊണ്ടുപോകാൻ വേണ്ടി ഉള്ളിലോട്ട് കടന്നു വരികയാണ്. അങ്ങനെ ഉവോഗിനെ കണ്ടപ്പോൾ തന്നെ ഒരു സംഭവം അവിടെ നടക്കുകയാണ്. അങ്ങോട്ട് മാഫിയാസിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് മറ്റവരായിരുന്നില്ല, ഫാൻറ്റ ട്രൂപ്പ് തന്നെയായിരുന്നു. അവരാണെങ്കിൽ മറ്റും ചിന്തിക്കാതെ നമ്മുടെ ബോഡി ഗാർഡ്സിൻ്റെ ഹെഡിനെ അവിടെ കൊന്നുകളയാണ്. അതിനുശേഷം ഷിസുക്കു എന്ന് പറഞ്ഞ മെമ്പറാണെങ്കിൽ ഉവോഗിൻ്റെ ബോഡിയിലുണ്ടായിരുന്ന പോയിസൺ അവളെ ഒരു വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് സക്ക് ചെയ്തെടുക്കുകയാണ്. ആ ഒരു പോയിസണൊക്കെ എടുത്ത് മാറ്റിപ്പോയതിനും ഉവോഗിനാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അവൻ്റെ മേലുണ്ടായിരുന്ന ലോക്കൊക്കെ അവൻ തന്നെ സ്വന്തമായിട്ട് പൊട്ടിക്കുകയാണ്. അതിനുശേഷം അവൻ ഇത്ര നേരം അടക്കി വെച്ച ദേഷ്യമൊക്കെ അവൻ അലറി തീർക്കുകയാണ്. അവനാണെങ്കിൽ ഇത്ര നേരം അടക്കി വെച്ച എല്ലാ ദേഷ്യവും അവിടെ നിന്ന് ചുറ്റുഭാഗം ഉണ്ടായിരുന്ന മതിലിൻ്റെ മേലേക്കും കണ്ണി കണ്ട എല്ലാ സാധനങ്ങളും അഴിച്ചു പൊട്ടിക്കുകയാണ് അവൻ. എന്നിട്ട് ഉവോഗിൻ പറയാണ്, ഞാൻ കുറാപ്പിക്ക് അടിക്കാതെ ഇനി തിരിച്ച് നിങ്ങളെ ഒപ്പം വരില്ല. പക്ഷേ ബാക്കിയുള്ള ഫാൻറ്റ ട്രൂപ്പ് മെമ്പേഴ്സ് പറയാണ്, നമ്മൾ ഷാഡോ ബീസ്റ്റിനെ ഫൈറ്റ് ചെയ്തു, നമുക്ക് കിട്ടാൻ ട്രഷറും കിട്ടി, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? പക്ഷേ ഉവോഗിനാണെങ്കിൽ അവൻ്റെ ദേഷ്യം കാരണം അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കാതെ ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ് ആകെ കലിപ്പി നിൽക്കുകയാണ് നമ്മൾ ഉവോഗിൻ. ഇതേ സമയം നമ്മൾ കുറാപ്പിക്ക് നോക്കുകയാണെങ്കിൽ അവൻ ഇവിടെ നടക്കുന്ന ഒരു കാര്യവും അറിയുന്നില്ല. അങ്ങനെ ഈ ഒരു സീനോട് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഗായ്സ്, അടുത്ത എപ്പിസോഡിൽ കുറാപ്പിക വേഴ്സസ് ഉവോഗിൻ ഫൈറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. അതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.